കൊച്ചിയിലെ മറ്റൊരംഗത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ 3 മത്സരത്തിലെ തിരിച്ചടികൾ മാത്രമായിരുന്നു ഓർമ്മകളിൽ മിന്നിമറഞ്ഞിരുന്നത്. മാറി മാറി വന്ന തിരിച്ചടികൾക്കൊടുവിൽ മടങ്ങി വരാനുള്ള പോരാട്ടമാവട്ടെ ശക്തരായ FC ഗോവയോടും. ആർത്തിരമ്പുന്ന 10,000-കൾക്കിടയിൽ ഒരു കംബാക്ക് അത്യാവശ്യമാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കരുതി കാണണം. അതെ, കൊമ്പുകുലുക്കി വരുന്ന മനോലോ മാർക്കസിൻ്റെ FC ഗോവയും ഇതേ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കൊച്ചിയിലേക്ക് വണ്ടി കയറുന്നത്. മഞ്ഞ പുതച്ച സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ പന്തുരുളാൻ ആരംഭിക്കുന്നു. അലറി വിളിക്കുന്ന ആരാധകർക്ക് വിജയത്തിനപ്പുറത്തേക്ക് ഒന്നും കൊടുക്കാനില്ല എന്ന് വുക്കോമനോവിച്ചും ടീമും നോക്കിക്കണ്ടിരുന്നു. ഒരു തിരിച്ചുവരവിന് കാത്തിരുന്നവർക്ക് കിട്ടിയത് 7-ാം മിനിറ്റിൽ തന്നെ അതിഗംഭീരമായ തിരിച്ചടിയാണ്. അതെ, FC ഗോവയുടെ കോർണർ കിക്കിൽ നിന്നും ആരും മാർക്ക് ചെയ്യാതിരുന്ന റൗളിൻ ബോർഗസ് തൻ്റെ വലൻകാലിലെ പ്രഹരം കരഞ്ജിത്തിൻ്റെ പോസ്റ്റിലേക്ക് നിറയൊഴിക്കപ്പെട്ടു. ഇറ്റ് ഈസ് 1-0. പക്ഷേ മടങ്ങിവരവ് എന്നുള്ളത് അത്ര ദൂരത്തൊന്നുമല്ലായിരുന്നു. ഒരു നിമിഷം ആരാധകരെ നിശബ്ദമാക്കിയെങ്കിലും കുതിക്കുവാനുള്ള മൊഴികൾ ആ 10,000-കണക്കിന് വരുന്നവരുടെ ചുണ്ടിൽ നിന്നും ഉരവിട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ എല്ലാത്തിനും അവസാനം ഒരു കനത്ത തിരിച്ചടി കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏൽക്കേണ്ടി വരുന്നു. അതെ, വലത് വിങ്ങിൽ നിന്നും നോവ സദോയുടെ കുതിപ്പ് ഡിഫൻസിനെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് യാസിറിൻ്റെ കാലിലെത്തിയ ശേഷം ആരാധകർ കാണുന്നത് സ്കോർ ബോർഡിൽ FC ഗോവ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ലീഡ് കൂടിയാണ്. ഇറ്റ് ഈസ് 2-0. ശേഷമുള്ള യാസിറിൻ്റെ സെലിബ്രേഷനും ഒരുപാട് പേരുടെ മുഖത്തടിച്ചതുപോലെയായി. കമൻട്രിയിൽ നിന്നും ഡിഫൻസിനുള്ള വിമർശനങ്ങൾ കടികട്ടിയായി മാറിക്കൊണ്ടിരുന്നു. ആകെ നീണ്ടുനിന്ന 45 മിനിറ്റുകൾക്ക് അവസാനം ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ സംഘത്തിന് ഒന്നും തന്നെ ഉണ്ടാക്കാനായില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ മത്സരം ഹാഫ് ടൈമിന് പിരിഞ്ഞു. ഇതുതാൻ മുതൽ അധ്യായം. കഥ ഇനിമേത് ആരംഭിക്കപ്പോവത്. പിന്നീട് ആ ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല. സെക്കൻഡ് ഹാഫിന് മൈതാനത്തിലെത്തുമ്പോൾ കൊച്ചിയിലെ തിരിച്ചുവരവിനായി ആ മഞ്ഞപ്പടയാളികൾ ഒരു വട്ടം കൂടെ ആർത്തു വിളിച്ചു. ആ വിളികൾ ആ വെള്ളക്കുപ്പായക്കാരൻ്റെയും മൈതാനത്തെ 11 പേരുടെയും കാതുകളിൽ ഒരുപോലെ മുഴങ്ങിക്കാണണം. 50-ാം മിനിറ്റിൽ ദിമിത്രിയോസിനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഡൈസുകെ സക്കായിയാണ് ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത്. എഡ്രിയാൻ ലൂണ എന്ന മജിഷ്യനെ മിസ് ചെയ്തിരുന്ന ഒരു നിമിഷമായിരുന്നു അത്. പക്ഷേ അയാളുടെ ഓർമ്മകൾ ആരാധകരിലേക്ക് സമ്മാനിച്ച് ഡൈസുകെ ഒരു 1.5 പ്രഹരം ഗോൾ വലയിലേക്ക് നിക്ഷേപിച്ചെടുത്തു. ഗോൾ കീപ്പറെയും ഡിഫൻസിനെയും കാഴ്ചക്കാരനാക്കിക്കൊണ്ട് പന്ത് വലയിൽ ചുംബിച്ചു. ഇറ്റ് ഈസ് 1-2. കളിയുടെ ഗതി മാറ്റിമറിച്ച ഒരു നിമിഷം വന്നെത്തിയിരിക്കുന്നു. പിന്നാലെ ഡൈസുകെ സക്കായുടെ മറ്റൊരു ക്രോസ് ഗോവയുടെ ബോക്സിലേക്ക് ഇരച്ചു കയറി. ഗോവൻ താരം കൈകൊണ്ടാണ് അതിനെ നേരിട്ടത്. റഫറി പെനാൾട്ടി വിളിച്ചു. പെനാൾട്ടി എടുക്കാൻ വന്നത് ദിമിത്രിയോസ് ദിയമന്തക്കോസാണ്. അതിസുന്ദരമായ ഒരു പെനാൾട്ടിയിലൂടെ അയാൾ ഈക്വലൈസർ കണ്ടെത്തി. അതെ, പ്രതീക്ഷകൾ വീണ്ടും മുട്ടിട്ടു തുടങ്ങി. കളി മാറിയിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ ഐമൻ്റെയും അസറിൻ്റെയും കടന്നുവരവ് ദിമിത്രിയോസിൻ്റെ അടുത്ത ഗോളിനും വഴിയൊരുക്കി. അങ്ങനെ മത്സരം 3-2 നീങ്ങി. കൊച്ചി ഒരു നരകമായി മാറി. ദിമിത്രിയോസും കൂട്ടരും ആളിപ്പടരുന്ന തീയായി മാറി. തിരിച്ചുവരവിൻ്റെ പുസ്തകത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു കംബാക്ക് ആയിരുന്നു അത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല തിരിച്ചുവരവ്. കളിയുടെ കൊട്ടിയാഘോഷങ്ങളൊന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല. വിമർശനങ്ങളുടെയും വരവറിയിപ്പിക്കലിൻ്റെയും തുടക്കമെന്നോണം ഫെഡോർ ചെർണിച്ച് 4-ാം ഗോളും വലയിലേക്ക് അടിച്ചു കയറ്റി മത്സരത്തിൻ്റെ അന്ത്യം കുറിപ്പിച്ചു കൊടുത്തു. ആ ഒരൊറ്റ ഗോളിന് ശേഷം ആശാൻ്റെ ആഹ്ലാദത്തിൽ കണ്ണുനീർ പായിച്ച ഒരു പറ്റം ആരാധകരെ നോക്കിക്കാണാനായിരുന്നു. തന്ത്രങ്ങളുടെ മൊയ്വചനങ്ങളെല്ലാം മാർക്കസിന് എവിടെയോ തെറ്റുപറ്റി കാണണം. ഡിഫൻസിൻ്റെ ചങ്ങലപ്പൂട്ടെന്ന് ജയ് ഗുപ്തയെയും ഒഡയോനിൻ്റെയും വിശേഷിപ്പിച്ചെങ്കിൽ അതെല്ലാം പൊട്ടിത്തെറിച്ചുപോയി. യാസിറിൻ്റെ സെലിബ്രേഷന് വലിയ വില കൊടുക്കേണ്ടി വന്നു. എല്ലാത്തിനുമപ്പുറം വിപിൻ മോഹനൻ എന്ന മലയാളിക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അയാൾ കാണിച്ചു കൂട്ടിയതെല്ലാം എന്നും മനസ്സിലുണ്ടാവും. സക്കായും ഐമനും അസറും ദിമിത്രിയോസും ഫെഡോറും മറ്റുള്ള മത്സരാർത്ഥികളും എല്ലാവരും അടുത്ത മത്സരത്തിനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഫുട്ബോൾ കോർട്ട്.